ഫ്രണ്ട്സ്, നിങ്ങളുടെ റിസൾട്ടിന്റെ റീവാലുവേഷനോ റീചെക്കിനോ വേണ്ടി ഇനി ഏതെങ്കിലും അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ കഫേയുടെ മുന്നിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി എങ്ങനെ റീവാലുവേഷൻ അല്ലെങ്കിൽ റീചെക്കിന് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിസൾട്ട് റീവാലുവേഷൻ അല്ലെങ്കിൽ റീചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ബ്രൗസറിൽ NAOS റീവാലുവേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ റീചെക്ക് ഓർ റീവാലുവേഷൻ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുഡൻസ് പോർട്ടലാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് പാസ് ഔട്ടായ സബ്ജക്ട്സും നിങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള സബ്ജക്ട്സിൻ്റെ മാർക്സും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് നിങ്ങൾ റീചെക്കിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ നേരെയുള്ള റീചെക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഫിസിക്സ് ആണ് നിങ്ങൾ റീവാലുവേഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിസിക്സിന് നേരെയുള്ള റീവാലുവേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. അവിടെ നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് റീചെക്കിന് കൊടുത്തിട്ടുണ്ട്, എത്ര സബ്ജക്ട്സ് നിങ്ങൾ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് സബ്ജക്റ്റ് കൊടുത്ത് ഇതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വന്നതെന്ന് ടോട്ടൽ കാണിക്കും. ഇവിടെ മേക്ക് പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആയി വരും. ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള NAOSന്റെ ഇൻഫർമേറ്റീവ് വീഡിയോസിനും ക്ലാസ്സുകൾക്കുമായി ഉടൻ തന്നെ ഫോളോ ചെയ്യൂ ഗുരുകുൽ കോളേജ്.